Hello CS students. നമ്മളെല്ലാവരും തന്നെ ഡിസംബർ 2024 എക്സാംസ് റിസൾട്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ICSIയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഫെബ്രുവരി 25-നാണ് നമ്മുടെ പ്രൊഫഷണലിൻ്റെയും എക്സിക്യൂട്ടീവ് ലെവലിൻ്റെയും റിസൾട്ട്സ് വരുന്നത്. രാവിലെ 11 മണിക്കാണ് പ്രൊഫഷണലിൻ്റെ റിസൾട്ട് വരുന്നത്, ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സിക്യൂട്ടീവ് ലെവലിൻ്റെയും. റിസൾട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ICSI വേറൊരു അനൗൺസ്മെൻറ്റ് കൂടി നടത്തിയിരുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICSIയുടെ പുതിയ അനൗൺസ്മെൻറ്റിനെ കുറിച്ചാണ്. ഈ അനൗൺസ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്നാൽ നമ്മളുടെ ഡിസംബർ 2024 എക്സാം എഴുതിയ സ്റ്റുഡൻസിന് അവരുടെ ആൻസർ ഷീറ്റ്സിൻ്റെ കോപ്പി സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസംബർ 2024 എക്സാം എഴുതിയ കുട്ടികളുടെ ആൻസർ ഷീറ്റ്സിൻ്റെ കോപ്പി അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിനകത്ത് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിസംബർ 2024 എക്സാം എഴുതിയ കുട്ടികൾക്ക് അവരുടെ ആൻസർ ബുക്സിൻ്റെ കോപ്പി ICSI എക്സാമിനേഷൻ ആൻസർ ബുക്ക് പോർട്ടലിൽ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രണ്ടാമതായിട്ട് എന്താ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ, എന്തിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റിൻ്റെ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞ് 45 ദിവസം, ദാറ്റ് ഈസ് April 10, 2025 മുന്നേ തന്നെ അവരുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി ആക്സസ് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഡിസംബർ 2024 എക്സാം എഴുതിയ ഏതൊരു കുട്ടിക്കും അവരുടെ ആൻസർ ഷീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ആൻസർ ഷീറ്റ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. ഈ ഒരു ഡീറ്റെയിൽ ആ കുട്ടിക്കല്ലാണ്ട് വേറെ ആർക്കും സപ്ലൈ ചെയ്യില്ല എന്നുള്ള കാര്യമാണ് തേർഡ് പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുന്നത് നാലാമത്തെ പോയിന്റാണ്. നാലാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡിസംബർ 2024 എക്സാം എഴുതിയ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ആൻസർ ബുക്കിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ താഴെ പറയുന്ന ലിങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു പോർട്ടൽ ലിങ്ക് ആണ്. ഈ പോർട്ടൽ ഓപ്പറേഷണൽ ആവുന്നത് 26 ഫെബ്രുവരി 2025-ലാണ്. 26 ഫെബ്രുവരി എന്ന് പറയുമ്പം എന്താണ്, നമ്മുടെ റിസൾട്ട് വന്നിട്ട് അടുത്ത ദിവസമാണ് 26 ഫെബ്രുവരി. അന്ന് തൊട്ട് ഈ പോർട്ടൽ ഓപ്പറേഷണലാവും. നിങ്ങൾക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആൻസർ ബുക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ 5ാമത്തെ പോയിന്റിലേക്കാണ് പോകുന്നത്. 5ാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന് മുന്നേ ഒരു പോർട്ടലിൻ്റെ ലിങ്ക് കാണിച്ചു. ആ ലിങ്കിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ആൻസർ ബുക്കിൻ്റെ കോപ്പി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഇനി ആ കോപ്പി കിട്ടാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് നടക്കുന്നതെന്നാണ് 5ാമത്തെ പോയിന്റിൽ പറയുന്നത്. 5ാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലിങ്കിൽ കയറി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു യൂസർ ID ആൻഡ് എ പാസ്വേഡ് നമ്മളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്ക് വരും. ഫ്രം cpioexam@icsi.edu എന്ന് പറയുന്ന മെയിൽ IDയിൽ നിന്ന് നമ്മളുടെ രജിസ്റ്റേർഡ് മെയിൽ IDയിലേക്ക് ഒരു യൂസർ ID ആൻഡ് പാസ്വേഡ് നമ്മൾ റിസീവ് ചെയ്യും. സ്റ്റുഡൻസ് അവർക്ക് കിട്ടിയിരിക്കുന്ന ക്രെഡൻഷ്യൽസ് ഇല്ലേ, ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് മുമ്പേ കിട്ടിയ യൂസർ ID ആൻഡ് പാസ്വേഡ്, ഈ പാസ്വേഡ് ഈ പറഞ്ഞിരിക്കുന്ന വെബ് ലൊക്കേഷനിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ആൻസർ ബുക്കിൻ്റെ കോപ്പി പ്രൊവൈഡഡ് ആവുന്നതാണെന്നാണ് പറയുന്നത്. ഇൻ കേസ് നമ്മളുടെ ആൻസർ ബുക്കിലേക്ക് ആക്സസ് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്റ്റുഡൻസിന് ഉണ്ടാകുകയാണെങ്കിൽ അവരിത് ഈ പറയുന്ന മെയിൽ IDയിലേക്ക് ഒരു മെയിൽ അയക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ടു വിത്തിൻ ദ റെക്കോർഡ് റിട്ടൻഷൻ പീരീഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന മെയിൽ IDയിലേക്ക് സ്റ്റുഡൻസ് ഒരു മെയിൽ അയക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കേണ്ടതായിട്ട് വരും. 6ാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ആൻസർ ബുക്കിൻ്റെ സ്കാൻഡ് കോപ്പീസ് സ്റ്റുഡൻസ് ഈ ഒരു പോർട്ടലിൽ നിന്ന് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RTI വെബ്സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യരുത്, പക്ഷേ ഈ ഒരു പോർട്ടലിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യണം. കാരണം എന്താണ്, ഈ ഒരു പോർട്ടലിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ആൻസർ ഷീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 7ാമത്തെ പോയിന്റിൽ ഒരു 3 ടേംസിനെ കുറിച്ച് പറയുന്നുണ്ട്. വെരിഫിക്കേഷൻ ഓഫ് മാർക്സ്, സർട്ടിഫൈഡ് കോപ്പീസ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ആൻസർ ബുക്ക്. ആദ്യം ഈ 3 ടേംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വെരിഫിക്കേഷൻ ഓഫ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൻസർ ബുക്ക് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ മാർക്കിനെ നിങ്ങൾക്കൊന്ന് റീവാലുവേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ സർട്ടിഫൈഡ് കോപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൻസർ ബുക്സിൻ്റെ സ്കാൻഡ് കോപ്പീസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
മൂന്നാമത് ഇൻസ്പെക്ഷൻ ഓഫ് ആൻസർ ബുക്ക്. ഇൻസ്പെക്ഷൻ ഓഫ് ആൻസർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ICSI ഓഫീസിൽ വെച്ച് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ ഫിസിക്കലായിട്ട് നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ഇൻസ്പെക്ഷൻ ഓഫ് ആൻസർ ബുക്ക്. നിങ്ങൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനെ ഈ 3 കാര്യങ്ങളുടെ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അവൈലബിൾ ആകുന്നത്. ഇനി 8ാമത്തെ പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആൻസർ ബുക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ സപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്നാണ് പറയുന്നത്. ഹിസ് ഓർ ഹെർ എക്സ്ക്ലൂസീവ് സെൽഫ് ഇൻസ്പെക്ഷൻ, പേഴ്സണൽ റെഫറൻസ്, ഗൈഡൻസ് ആൻഡ് സോൾലി ബി യൂസ്ഡ് ഫോർ ബോണഫൈഡ് എഡ്യൂക്കേഷണൽ പർപ്പസസ് ബൈ ദ ആപ്ലിക്കൻറ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് ദ സെയിം ഷാൽ നോട്ട് ബി യൂസ്ഡ് ഫോർ എനി ലീഗൽ പർപ്പസസ്. അതായത് ഒരു സ്റ്റുഡൻറ്റിന് അയാളുടെ ആൻസർ ബുക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാളുടെ തന്നെ എക്സ്ക്ലൂസീവ് സെൽഫ് ഇൻസ്പെക്ഷന് വേണ്ടിയും പേഴ്സണൽ റെഫറൻസിന് വേണ്ടിയും അയാളുടെ തന്നെ ഗൈഡൻസിന് വേണ്ടിയിട്ടുമാണ് ആ ആൻസർ ഷീറ്റ് കൊടുക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ് അയാളുടെ ആൻസർ ഷീറ്റ് അയാൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അത് വേറെ ഒരു ലീഗൽ പർപ്പസസിന് വേണ്ടിയും യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതെന്നാണ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കാരണവശാലും വേറൊരു വ്യക്തിയോ നമ്മൾ സ്വന്തമായിട്ടോ ഒരു പബ്ലിക് ഡൊമൈനിൽ നമ്മളുടെ ഈ ആൻസർ ഷീറ്റ് റിവ്യൂവിന് വേണ്ടി ഇടരുത് അല്ലെ പ്രദർശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ നമ്മളുടെ ആൻസർ ഷീറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതോ അല്ലെ വേറൊരു വ്യക്തി അത് ഡിസ്പ്ലേ ചെയ്യുന്നതോ അല്ലെങ്കിൽ വാല്യുവേഷനെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ്സ് പറയുന്നതോ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണെന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസംബർ 2024 എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് ആക്സസും കിട്ടിക്കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രിവൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷനിൽ എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് 9th പോയിന്റ്, അതായത് ഫൈനൽ പോയിന്റിൽ പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഗ്രിവൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എവിടെ ചെന്ന് അഡ്രസ്സ് ചെയ്യും? നിങ്ങൾ എവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മളുടെ ICSI പോർട്ടലിലെ സ്റ്റുഡൻസ് ലോഗിനിൽ എന്താ ചെയ്യേണ്ടത്? അവിടെ ചെന്നിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഒരു റിക്വസിറ്റ് ഫീയും കൂടെ വെച്ചിട്ട് നിങ്ങൾ ഇത് ICSIയിൽ അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത്. ഇത് എത്ര ദിവസത്തിനുള്ളിലാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ നമ്മളുടെ ആൻസർ ബുക്സ് കിട്ടിയതിന് ശേഷം 15 ദിവസത്തിനുള്ളിലോ ആണ് ചെയ്യേണ്ടത്. വിച്ച് എവർ ഈസ് ഏർലി. ഒന്നെങ്കിൽ റിസൾട്ട് വന്നതിന് 60 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിന് ആക്സസ് കിട്ടി 15 ദിവസത്തിനുള്ളിലോ ആണ് ചെയ്യേണ്ടത്. ഇതിലേതാണ് ഏർലി നടക്കുന്നത് അതിനുള്ളിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ICSIയുടെ പുതിയ അനൗൺസ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു അത്. ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ എക്സിക്യൂട്ടീവിൻ്റെയും പ്രൊഫഷണലിൻ്റെയും റിസൾട്ട് വരാനുള്ളൂ. ഫെബ്രുവരി 25-നാണ് റിസൾട്ട് വരുന്നത്. രാവിലെ 11 മണിക്ക് പ്രൊഫഷണലിൻ്റെയും ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സിക്യൂട്ടീവിൻ്റെയും റിസൾട്ടാണ് വരുന്നത്. സോ എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.